Hello friends, welcome back to another episode of Sajil's Tech Center. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ട്യൂട്ടോറിയൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ കുറച്ച് വീഡിയോസിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ AI അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജസുകൾ നിങ്ങൾക്ക് വിൽപ്പന നടത്താൻ സാധിക്കും. അതിനെക്കുറിച്ച് മറ്റൊരു വെബ്സൈറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഇത് പുതിയൊരു വെബ്സൈറ്റ് ആണ്. പുതിയതെന്നല്ല, അത്യാവശ്യം നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. പക്ഷെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഫ്രീ ആയിട്ട് ഒരുപാട് പ്രോഡക്ട്സുകൾ നമുക്കിപ്പോ ഡിജിറ്റൽ വർക്കിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഫ്രീ പിക്ക് എന്ന് പറഞ്ഞിട്ട്. ഈ വെബ്സൈറ്റിൽ ഇപ്പോ ഒരു പുതിയൊരു ഓപ്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജസ് ഈ വെബ്സൈറ്റിലൂടെ നമുക്ക് വിൽപ്പന നടത്താൻ സാധിക്കും, ലീഗലായിട്ട് വിൽപ്പന നടത്താൻ സാധിക്കും. ഇപ്പോ ഒരുപാട് ഫോട്ടോ സെല്ലിംഗ് വെബ്സൈറ്റുകളുണ്ട്, ഷട്ടർ സ്റ്റോക്ക് പോലത്തെ. പക്ഷെ അതിലൊന്നും ഇത് അനുവദനീയമല്ല. നമുക്കിപ്പോ AI ബേസ് ചെയ്തിട്ട് ഉള്ള ഇമേജസ് ഒന്നും അതിൽ വിൽപ്പന നടത്താൻ സാധിക്കില്ല. അത് ഓട്ടോമാറ്റിക് അവർ ഡിറ്റക്ട് ചെയ്യും. പക്ഷെ ഈ ഫ്രീ പിക്ക് എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിലൂടെ നമുക്ക് ലീഗലായിട്ട് വിൽപ്പന നടത്താൻ സാധിക്കും. അതെങ്ങനെയാണ് എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന AI ഇമേജസ് അതെങ്ങനെ വിൽപ്പന നടത്താം. അതിന് കുറച്ച് വെബ്സൈറ്റുകളുണ്ട്. അതിലൊരു വെബ്സൈറ്റാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൻ്റെ പേര് freepik.com എന്നാണ്. ഇത് സ്റ്റോക്ക് ഇമേജസും അതുപോലെ തന്നെ വീഡിയോസിൻ്റെ ഒക്കെ ഒരു വെബ്സൈറ്റാണ്. ഒരുപാട് ഫ്രീ കോണ്ടൻറ്റ് ഡിജിറ്റൽ ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെയ്ഡ് കോണ്ടൻസും ഉണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു പെയ്ഡ് കോണ്ടൻറ്റ് ക്രിയേറ്റർ ആകാൻ പോവുകയാണ്. ഇപ്പോൾ AI ഇമേജസ് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, എങ്ങനെ AI ബേസ്ഡ് ഇമേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കാണുക. അല്ലാത്ത ആളുകൾക്ക് ഇതിലൂടെ ഞാൻ കുറച്ച് ട്രിക്സ് കൂടി കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന HD ക്വാളിറ്റി ഇമേജസ് ഒക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം വിൽപ്പനക്കുള്ള ഇമേജസാണ്. ഇതെല്ലാം പ്രീമിയം ഇമേജസ് ആണ് കാണുന്നത്. ഇതുപോലുള്ള ഇമേജസ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് എടുത്ത് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ട്രിക്കുകളെല്ലാം ഞാൻ കാണിച്ചു തരാം വൺ ബൈ വൺ ആയിട്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനിയും കൂടുതൽ AI ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഈ ഒരു ചാനലിലുണ്ടാവും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ ഫോളോ ചെയ്യുക. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം സൈബർ പങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇമേജസ് ഇതിൽ വിൽപ്പനയ്ക്കുണ്ട്. ഇതുപോലുള്ള ഇമേജസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് ക്ലിപ്പ് ഡ്രോപ്പ് തന്നെയാണ്. ഇപ്പോൾ മിഡ് ജേണിയിൽ പെയ്ഡ് വേർഷൻ ഉള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിഡ് ജേണി യൂസ് ചെയ്യുക. ഞാനിപ്പോൾ പേയ്മെൻ്റ് ഒന്നും ചെയ്യാതെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ട്രിക്കുകൾ മാത്രമേ ഈ ചാനലിലൂടെ ഞാൻ കാണിക്കുന്നുള്ളൂ. അത് കാരണമാണ് ഈ ക്ലിപ്പ് ഡ്രോപ്പ് അല്ലെങ്കിൽ സ്റ്റേബിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് കാണിക്കുന്നത്. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഇമേജസ് ഒന്നും നമുക്ക് കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു സെക്ഷനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ടെക്സ്റ്റിനെയാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്രോംപ്റ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് പ്രോംപ്റ്റുകൾ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതുപോലുള്ള ഇമേജസുകൾ ഒരുപാട് ഇതുപോലുള്ള പ്രോംപ്റ്റുകൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സാമ്പിൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ Gmail ID കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ആ IDയിലേക്ക് ഞാൻ ഇത് മെയിൽ ചെയ്ത് തരുന്നതാണ്. അത്യാവശ്യം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള പ്രോംപ്റ്റുകൾ ഞാൻ മെയിൽ ചെയ്ത് തരാം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഇമേജ് ഇതെല്ലാം നമുക്ക് വിൽപ്പന നടത്താൻ സാധിക്കുന്ന ഇമേജസ് എല്ലാമാണ്. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ @gmail എന്ന് പറയുന്ന സെക്ഷൻ ഒഴിവാക്കിയിടണം. കാരണം എന്തെന്ന് വെച്ചാൽ ഒരുപാട് സ്പാം മെയിൽ IDകൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വരുന്നത് കാരണം ഞാനത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ Gmail ID ഇപ്പോൾ ഫോർ എക്സാമ്പിൾ sajilstechcenter@gmail.com എന്നാണെങ്കിൽ sajilstechcenter എന്ന് മാത്രം അവിടെ അടിക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ആ ഒരു Gmail IDയിലേക്കായിരിക്കും ഞാൻ മെയിൽ ചെയ്ത് തരുന്നത്. ഇനി Gmail അല്ല എന്നുണ്ടെങ്കിൽ @ അടിക്കാതെ തന്നെ നിങ്ങൾ ബാക്കിയുള്ള ഇപ്പോൾ ഹോട്ട്മെയിൽ ആണെങ്കിൽ ഹോട്ട്മെയിലോ അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിലേക്ക് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്രോംപ്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ കാണിച്ചു തരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഫ്രീ പിക്ക് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് വിൽപ്പന നടത്താനും സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോംപ്റ്റ് നമുക്ക് ജസ്റ്റ് നമ്മളുടെ ഈ സ്റ്റേബിൾ ഡിഫ്യൂഷനിൽ അടിച്ചു നോക്കാം. ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കാം. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ വിൽപ്പന നടത്തുന്ന ഇമേജസിൻ്റെ ആസ്പെക്ട് റേഷ്യോ ഏകദേശം പോർട്രേറ്റ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ വൈഡ് സ്ക്രീൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈഡ് സ്ക്രീൻ, നമുക്കിപ്പോൾ പോർട്രേറ്റാണ് കൊടുക്കേണ്ടത്. പോർട്രേറ്റ് കൊടുക്കാം.
അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റൈല് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ ഇഷ്ടാനുസരണം. ഞാനിപ്പോൾ ഫാൻറ്റസി ആർട്ട് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇനി ആകെ ചെയ്യേണ്ടത് ജനറേറ്റ് കൊടുക്കുക, എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ ഒരു സെക്ഷൻ സ്കിപ്പ് ചെയ്യുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ വേർഷനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതുപോലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഇമേജസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഫസ്റ്റ് ഇമേജ് തന്നെ എടുക്കാം. ഇത് ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഇതിൻ്റെ ഇതുപോലുള്ള വാട്ടർമാർക്ക്. നമ്മളിത് ഫ്രീ വേർഷൻ യൂസ് ചെയ്യുന്നത് കാരണം ഇതിന് വാട്ടർമാർക്ക് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ക്ലിപ്പ് ഡ്രോപ്പ് ബൈ സ്റ്റെബിലിറ്റി.ai എന്ന് പറഞ്ഞിട്ട് ഇതാദ്യം നമ്മൾ റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വാട്ടർമാർക്ക് റിമൂവർ.ai എന്ന് പറയുന്ന വെബ്സൈറ്റ് പോവുക. ഇതെല്ലാം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചതാണ്. എന്നിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്തെടുക്കുക ആ ഒരു ഇമേജ്. ഓക്കെ, ആ ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്യുക. ഏകദേശം ഒരു മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ വാട്ടർമാർക്ക് റിമൂവ് ആയ ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് വാട്ടർമാർക്ക് ഇല്ലാത്തൊരു ഇമേജാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കാണാം വാട്ടർമാർക്ക് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വാട്ടർമാർക്ക് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലിപ്പ് ഡ്രോപ്പിൻ്റെ ഹോം പേജിൽ വരിക. എന്നിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് ഇതിൻ്റെ സൈസ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള സൈസ് അപ്സ്കെയിൽ ചെയ്യണം. എന്നിട്ട് നമ്മളിപ്പോൾ വാട്ടർമാർക്ക് റിമൂവ് ചെയ്ത ആ ഒരു ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ അപ്സ്കെയിൽ കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ പെയ്ഡ് വേർഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 16x വരെയും അപ്ഗ്രേഡ് ചെയ്യാം. ദെൻ ഡൗൺലോഡ് ചെയ്യുക. ഇതിൻ്റെ സൈസ് വ്യത്യാസം ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. ഇപ്പോൾ ഇതാദ്യം നമ്മൾ വാട്ടർമാർക്ക് റിമൂവ് ചെയ്ത ഇമേജാണ്. അതിൻ്റെ സൈസ് 915x1144. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അപ്സ്കെയിൽ ചെയ്ത ഇമേജിൻ്റെ സൈസ് 1830x2288. അപ്പോൾ ഇത്രയും എങ്കിലും നിങ്ങളൊന്ന് അപ്സ്കെയിൽ ചെയ്യുക. എന്നിട്ട് വേണം അതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള ഇമേജായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല പല അപ്സ്കെയിലിംഗ് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ട്രൈ ചെയ്ത് ഒന്ന് കുറച്ചുകൂടി അപ്സ്കെയിൽ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ പെയ്ഡ് വേർഷൻ നമുക്കിപ്പോൾ അത്യാവശ്യം വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്ലിപ്പ് ഡ്രോപ്പിൻ്റെ പെയ്ഡ് വേർഷൻ നമുക്ക് വേണമെങ്കിൽ ഒരു മാസം വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഏകദേശം 250 രൂപ എന്തേ ഉള്ളൂ. അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു ഇമേജ് ഏകദേശം 16 ഇരട്ടിയോളം അതിൻ്റെ സൈസ് വലുതാക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. കൂടുതൽ സൈസ് വലുതാക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സെയിൽസ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസും വളരെയധികമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഇമേജസ് ഇതുപോലെ ട്രൈ ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതുപോലുള്ള ഇമേജസ് എല്ലാം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുള്ള പ്രോംപ്റ്റുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫേസ്ബുക്ക് പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ആവശ്യമുള്ള ആളുകൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. AI ബേസ് ചെയ്തിട്ടുള്ള പ്രോംപ്റ്റുകളും മറ്റും ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ചെയ്ത് പഠിക്കാനൊക്കെ ഈ പ്രോംപ്റ്റുകളൊക്കെ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് ഇമേജസ് ചെയ്തിരുന്നു. അതായത് 8 വണ്ടേഴ്സ് ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞിട്ട് അത് കോട്ടൺ ക്യാൻഡി യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത ഇമേജസാണ്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇതുപോലുള്ള ഇമേജസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇമേജസിൻ്റെ മുകളിലുണ്ടാവും, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കോപ്പി ചെയ്ത് നിങ്ങളാകെ ചെയ്യേണ്ടത് നമ്മുടെ ക്ലിപ്പ് ഡ്രോപ്പിൽ വരിക, ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റേബിൾ ഡിഫ്യൂഷനിൽ വന്നിട്ട് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, കോപ്പി ചെയ്യുക, ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ബാക്കി സെക്ഷനൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആസ്പെക്ട് റേഷ്യോയും അതുപോലെ തന്നെ സ്റ്റൈലും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോൾ ഡിജിറ്റലായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം കോട്ടൺ ക്യാൻഡി വെച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പല പല ഇമേജസുകൾ. ഇത് നിങ്ങൾക്ക് തൃപ്തി അല്ലെങ്കിൽ വീണ്ടും റീജനറേറ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഇമേജസ് സെലക്ട് ചെയ്തെടുക്കാം. ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ജസ്റ്റ് ഇപ്പോൾ ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ആസ്പെക്ട് റേഷ്യോ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈഡ് സ്ക്രീൻ എടുത്തിട്ടുണ്ടെങ്കിൽ വൈഡ് ആയിട്ടുള്ളൊരു ഇമേജ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതെല്ലാം ഈ ഒരു വെബ്സൈറ്റിൽ വന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞത് മാത്രം ഫോളോ ചെയ്യാതെ നിങ്ങളുടേതായ രീതിയിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുള്ള ഇമേജസുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പഠിക്കുക. കാരണം ഒരുപാട് ഈ AI ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി ഫ്യൂച്ചറിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ചുകൂടി വലിയ വൈഡ് ആയിട്ടുള്ള ഇമേജസുകൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഓരോ പ്രോംപ്റ്റുകൾ യൂസ് ചെയ്തിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ പേജ് ഫോളോ ചെയ്തിട്ട് അതിൽ വരുന്ന പോസ്റ്റുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ പ്രോംപ്റ്റുകളെല്ലാം ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് പ്രോംപ്റ്റുകൾ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്രോംപ്റ്റുകൾ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കമൻറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ @gmail എന്നുള്ള ഓപ്ഷൻ മാറ്റുക. നിങ്ങളുടെ പേര് മാത്രം കൊടുത്താൽ മതി. അതിലേക്ക് ഞാൻ മെയിൽ ചെയ്ത് തരുന്നതാണ്. ഒരുപാട് രീതിയിലുള്ള പ്രോംപ്റ്റുകൾ എൻ്റെ കയ്യിലുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോംപ്റ്റുകളുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ തരാം. ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വെബ്സൈറ്റിലൊക്കെ അപ്ലോഡ് ചെയ്ത് പഠിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ഇനി അതിങ്ങനെ അപ്ലോഡ് ചെയ്യാം. ഫ്രീ പിക്കിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
അതിന് വേണ്ടിയിട്ട് freepik.com എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് ആദ്യം വരിക. ഏറ്റവും മുകളിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അതായത് ഒരു ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മുകളിൽ കാണാം സെൽ കോണ്ടൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ പ്രസ് ചെയ്യുക. ഈ ഒരു സെക്ഷൻ ഫില്ല് ചെയ്ത് കൊടുക്കണം നിങ്ങൾ. ഓക്കെ, ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇത് 100% ലീഗലായിട്ട് AI ഇമേജസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റാണ്. ദെൻ ആക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുക്കുക വായിച്ചതിന് ശേഷം. ഓക്കെ, നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക, അതായത് ഓതർ നെയിം കൊടുക്കുക. വെബ്സൈറ്റ് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കൺട്രി സെലക്ട് ചെയ്യുക. ഓക്കെ, ഇന്ത്യ. ഇനി ഇതിലെല്ലാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൊടുക്കുക, അതായത് ഷട്ടർ സ്റ്റോക്കിലോ ഐ സ്റ്റോക്കിലോ ഒക്കെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ID ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ID കൊടുക്കാം, അല്ലെങ്കിൽ ബ്ലാങ്ക് ഇട്ടാൽ മതി. പിന്നെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കൊടുക്കുന്നുണ്ട്. ദെൻ ലാംഗ്വേജ് ഇംഗ്ലീഷ്, സേവ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റഡ് ആയിട്ടുണ്ടാവും. കൺഗ്രാജുലേഷൻസ്, യു ആർ ഓൾമോസ്റ്റ് റെഡി ടു സ്റ്റാർട്ട് അപ്ലോഡിങ്. അതിനുശേഷം ഇതുപോലെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണും. ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. കൺഗ്രാജുലേഷൻസ്, യു ആർ ഓൾമോസ്റ്റ് റെഡി ടു സ്റ്റാർട്ട് അപ്ലോഡിങ്. അതുപോലെ തന്നെ ക്രിയേറ്റേഴ്സ് ഹാൻഡ് ബുക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെ അപ്ലോഡ് ചെയ്യാൻ മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ സ്റ്റാർട്ട് അപ്ലോഡിങ് കൊടുക്കുകയാണ്. ഓക്കെ, സ്റ്റാർട്ട് ഓൺ ബോർഡിങ്. നെക്സ്റ്റ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് അടിച്ച് കൊടുക്കുക. ഇതിൻ്റെ കാര്യങ്ങളും മറ്റു ഇതൊക്കെയാണ്. ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഫോട്ടോസാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൺലി ഫോട്ടോസ് ഓവർ 0.5 MB ടു 80 MB 80 MB വരെയുള്ള ഫയൽസ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മിനിമം 2000 പിക്സൽ ഇൻറ്റു 10,000 ആണ്. അപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല ക്വാളിറ്റി 2000 മിനിമം പിക്സൽസ് വേണം, എന്നാൽ മാത്രമേ ഇവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ 2 പ്രാവശ്യം അപ്സ്കെയിൽ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത കുറച്ച് ഇമേജസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്ത ഇമേജസ് ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രോംപ്റ്റ് വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നതാണ്, എങ്ങനെ ഇതുപോലുള്ള ഹൈ ക്വാളിറ്റി ഇമേജസുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിനൊക്കെ കുറിച്ച്. ഇതെല്ലാം AI ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് ആണ്, പക്ഷേ കാണുമ്പോൾ നമുക്കൊരു ഒറിജിനൽ ഫോട്ടോഗ്രാഫിയൊക്കെ പോലെ തോന്നാം. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ സൈസ് നമുക്കൊന്ന് നോക്കാം. മിനിമം 2560 ഡയമെൻഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പിക്ചർ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്, കാരണം 2000 പിക്സൽസ് ആണ് മിനിമം അവർ ചോദിക്കുന്നത്. ഇനി ആകെ നമ്മൾ ചെയ്യേണ്ടത് അപ്ലോഡ് ഫയൽസ് എന്ന് പറയുന്ന സെക്ഷനിൽ വരിക, അപ്ലോഡ് ചെയ്യുക. ഓക്കെ, സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ബ്രൗസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഇമേജ് നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ സി അപ്ലോഡ് ഫയൽസ് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം റോങ് ടൈറ്റിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ക്ലിയർ ആയിട്ട് ഒരു ടൈറ്റിൽ ഇവിടെ കൊടുത്തിട്ടില്ല. അത് നമ്മളിവിടെ എഡിറ്റ് ചെയ്യണം. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു സെക്ഷനിൽ പ്രസ് ചെയ്യാം. എന്നിട്ട് നല്ലൊരു ടൈറ്റിൽ നമുക്കിവിടെ ആഡ് ചെയ്യാം. അബ്സല്യൂട്ട് റിയാലിറ്റിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. നല്ലൊരു ടൈറ്റിൽ തന്നെ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ടൈറ്റിൽ കൊടുക്കുന്നു. ഇത് ഞാൻ ഒരു സാമ്പിളിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ക്രിയേറ്റഡ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു സ്വിച്ച് നിങ്ങൾ ടോഗിൾ ചെയ്യുക, അത് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ യൂസ് ചെയ്ത പ്രോംപ്റ്റ് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രോംപ്റ്റിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഏഷ്യൻ ഗേൾ, റോസസ് ക്രോസ് അതൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോംപ്റ്റിൻ്റെ ഏകദേശം ഒരു ഐഡിയ ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ പ്രോംപ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന സെക്ഷനിൽ ബേസ് മോഡലിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് സ്റ്റേബിൾ ഡിഫ്യൂഷൻ ആണ്, 1.4 കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ ടൈറ്റിൽ സെക്ഷൻ നേരത്തെ കൊടുത്ത പോലെ ഒരു ടൈറ്റിൽ കൊടുക്കുക. ഓക്കെ, ദെൻ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കീവേഡ്സ് കാണാൻ സാധിക്കും. ഓട്ടോമാറ്റിക് ജനറേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കീവേഡ്സ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് കീവേഡ്സ് ഓൾറെഡി വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് തന്നെ ആഡ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും കീവേഡ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജസിന് ബേസ് ചെയ്തിട്ടുള്ള ടാഗുകൾ ഓട്ടോമാറ്റിക് ഇതിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, ദെൻ സേവ് കൊടുക്കുക. ഓക്കെ, ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ മിനിമം 10 ഇമേജസ് ആയിട്ട് അപ്ലോഡ് ചെയ്യും, എന്നാൽ മാത്രമേ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ സബ്മിറ്റ് ബട്ടണിൽ നമ്മൾ മൗസ് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 files ready to submit the files you must have a minimum of 10 resources and maximum of 10. അപ്പോൾ 10 ഇമേജസ് ആയിട്ട് ഒരു ബാച്ചായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് സേവ് ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി ബാക്കിയുള്ള ഇമേജസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ AI ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത ഇമേജാണ്, ഗണപതിയുടെ ഇമേജ്. അതുപോലെ തന്നെ ജീസസ് ക്രൈസ്റ്റ്, കൃഷ്ണൻ്റെ ഇമേജ്, അതുപോലെ തന്നെ 2 പള്ളികളും പിന്നെ ഒരു ഫീനിക്സ് പക്ഷിയുടെയും ഇമേജസ് ഞാൻ ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ മതസൗഹാർദ്ദമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാ ഇമേജസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് ഇമേജസ് ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്ത് വെക്കാറുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരുപാട് ഇമേജസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വെറുതെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജസാണ് ഇതെല്ലാം. ഇതെല്ലാം എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു തരാം. വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ ഇതിൻ്റെ എല്ലാ ഐഡിയാസ് ഉണ്ടാവും. ഇതുപോലുള്ള പിക്ചേഴ്സൊക്കെ ഇപ്പോൾ ഹിന്ദു വിശ്വാസികളുടെ വീട്ടിലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ അതുപോലുള്ള ഇമേജസ് നമുക്ക് ഈ AI ബേസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒരുപാട് ഇമേജസ് ഞാൻ ഇതുപോലെ ഫാൻറ്റസി ബേസ് ചെയ്തിട്ടുള്ള ഇമേജസുകൾ ഞാൻ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. യൂണിക്കോൺ, അതുപോലെ തന്നെ ഫാൻറ്റസി വേൾഡിലുള്ള ഇമേജസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രോംപ്റ്റിനൊക്കെ കുറിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് പതുക്കെ പഠിക്കാം, എല്ലാം കൂടി ഒരു ദിവസം പഠിക്കേണ്ട. ഇനി അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള ഇമേജസ് എല്ലാം ഒരു ബാച്ചായിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കുകയാണ്. ദെൻ അപ്ലോഡ് ഫയൽസ് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ഇമേജസ് ഞാൻ നേരത്തെ കാണിച്ചു പോലെ ഒരു 10 ഏകദേശം ഒരു 9 ഇമേജ് കൂടി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഒരുമിച്ച് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, എല്ലാ ഇമേജസും അപ്ലോഡഡ് ആയിട്ടുണ്ട്. ഇനി അപ്ലോഡഡ് ഫയൽസ് നോക്കുക. ഇങ്ങനെ എറേഴ്സ് കാണിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈറ്റിലും കീവേഡ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഓരോ ഫയൽസായിട്ട് ഞാൻ ആദ്യം കാണിച്ച പോലെ എടുത്ത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ടൈറ്റിലും അതുപോലെ തന്നെ കീവേഡ്സും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം കറക്റ്റ് എന്ന് പറഞ്ഞിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കീവേഡും അതിൻ്റെ ടൈറ്റിലെല്ലാം ഓൾറെഡി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 by 1 ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എല്ലാം കറക്റ്റ് എന്ന് കാണിക്കുന്നത്. കാരണം ഞാൻ എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സബ്മിറ്റ് ചെയ്യാൻ നോക്കാം. ഇതെല്ലാം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഏറ്റവും മുകളിൽ സബ്മിറ്റ് ബട്ടൺ ആക്ടിവേറ്റ് ആയി കിട്ടും. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ദർ ആർ 10 out of 10 റിസോഴ്സ് റെഡി ടു സെൻഡ്. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുക. ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. യുവർ ഫയൽസ് അപ്പിയർ നൗ ഇൻ ദ സെക്ഷൻ അണ്ടർ റിവിഷൻ. ദ റിവിഷൻ ടേക്സ് 20 വർക്കിംഗ് ഡേയ്സ്. ഓക്കെ, 20 വർക്കിംഗ് ഡേയ്സ് പറയുന്നുണ്ട്, പക്ഷേ അത്രയും സമയമൊന്നും എടുക്കില്ല. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എത്ര ടൈം ഇതെടുക്കുമെന്ന്. എന്തായാലും നിങ്ങൾ 2-3 ദിവസം മിനിമം എന്തായാലും വെയിറ്റ് ചെയ്യണം. കാരണം ഒരുപാട് പേര് ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് അവർ റിക്വയർമെൻറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയെന്ന് വായിച്ച് നോക്കിയിട്ട് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുക, എന്തെങ്കിലും എറേഴ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റാറ്റസിൽ അല്ലെങ്കിൽ ഡാഷ്ബോർഡിൽ അണ്ടർ റിവിഷൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ 10 കാണിക്കുന്നത്. അത് അണ്ടർ റിവിഷനിലാണ്. റിവിഷന് ശേഷം പബ്ലിഷ്ഡ് ആണോ എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ആരെങ്കിലും പർച്ചേസ് ചെയ്താൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഇൻവോയ്സ് ആൻഡ് എഗ്രിമെൻറ്റ് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇത് പബ്ലിഷ് ആയതിനു ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതായത് നമുക്ക് എങ്ങനെ പേയ്മെൻറ്റ് കിട്ടും, ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണാം. ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവോയ്സും മറ്റു കാര്യങ്ങളും, നമ്മളുടെ കോൺട്രാക്റ്റും, അതുപോലെ തന്നെ ബില്ലിംഗ് ഇൻഫർമേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല, അത് ഞാൻ ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. നമ്മളുടെ എന്തായാലും അപ്രൂവ് ആയതിനു ശേഷം നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് ഒന്നില്ലെങ്കിൽ പേപ്പാൽ അല്ലെങ്കിൽ പയനീർ അക്കൗണ്ടാണ്. എനിക്കിപ്പോൾ 2 അക്കൗണ്ടും ഉണ്ട്. ഇതില്ലാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ക്രിയേറ്റ് ചെയ്തിടുക. പേപ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 2-3 ആഴ്ച പിടിക്കും അത് ആക്ടിവേറ്റ് ആകാൻ. പയനീർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക, അത് കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, അതെന്തായാലും ചെയ്ത് വെക്കുക നിങ്ങൾ. ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്രൂവ് ആയതിനു ശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഒരു AI ബേസ് ചെയ്തിട്ടുള്ള ഇമേജസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ചെയ്യാം. ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇമേജസുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തിടുകയാണെങ്കിൽ സെയിൽസ് ലഭിക്കുന്നു. മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട, ഇവർ തന്നെ പ്രൊമോട്ട് ചെയ്യും. നിങ്ങളുടേതായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. കൂടുതൽ സെയിൽസ് കിട്ടാനുള്ള ചാൻസ് വളരെ അധികമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം. ഇതുപോലെ മറ്റുള്ള കുറച്ച് വെബ്സൈറ്റുകളുണ്ട്. അഡോബിൻ്റെ വെബ്സൈറ്റുകളിൽ നമുക്ക് ഇതുപോലെ AI ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജസുകൾ ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചു തരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം. മൊബൈലിൽ ബ്രൗസറോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നുള്ള ഫ്രണ്ട്സായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനി പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും എന്നെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.